ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വളരെ ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുന്ന ഒരു കടയിലാണ്. പുട്ടും പപ്പടവും ദോശയും ചമ്മന്തി സാമ്പാറും രസോടെയൊക്കെ കിട്ടുന്ന ഒരു കൊച്ചു കടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് നിന്നിട്ട് ഇവിടുത്തെ ഉമ്മാരുടെയും മാമാരുടെയൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് ഫുഡും കൂടെ ഒന്ന് കഴിക്കാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു കട കേട്ടോ. വളരെ ചെറിയൊരു സൗകര്യത്തിലാണ് നമ്മളിവിടെ ഉമ്മ ഇതൊക്കെ കൊടുക്കുന്നത്. കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളു. അപ്പോൾ അതേ നമ്മുടെ ഉമ്മതും അവിടെ നിൽപ്പുണ്ട്. ബാക്കി ഉമ്മാരോടൊന്ന് ചോദിക്കാം. ഉമ്മോ, സുഖം തന്നെ? ഉമ്മയുടെ പേരെന്താ? റൈഹാന ഉമ്മ. പിന്നെ നമ്മുടെ ഇവിടെ കടയൊക്കെ എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മൾ ഇതിന് തന്നെ പുറത്ത് ഒരു കടയിൽ 11 വർഷം കൊണ്ട് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നത്? അതിന്റെ ആ റോഡിന്റെ തൊട്ടപ്പുറത്താക്കി. അപ്പൊ അവിടെ നമുക്ക് ശരിയല്ലാത്തതുകൊണ്ട് ഇത് പുതിയ കടയായിട്ട് എടുത്തപ്പോഴും നമ്മൾ ഇന്ന് മെയ് 1-ാം തീയതി തുടങ്ങി ഈ കട. ഈ മെയ് 1-ാം തീയതി ഇവിടെ തുടങ്ങിയത്? 23 ദിവസമായി. 23 ദിവസം ആയിട്ടുള്ള ഇവിടെ തുടങ്ങിയിട്ട്. കാപ്പിക്ക് രാവിലെ പുട്ട്, പപ്പടം, പിന്നെ ദോശ, സാമ്പാർ, വട, പിന്നെ രസവട, മുട്ട ഓംപ്ലേറ്റ്. പിന്നെ ചെറിയ രീതിയിലാണ് തക്കാളി കറിയൊക്കെ വേണമെന്നുള്ളവർക്ക് തക്കാളി കറി വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. വേറെ അല്ലാണ്ട് കാപ്പി? വേറെ കാപ്പി നമ്മൾ നെച്ചോറ് വേണമെന്നുള്ളവർക്ക് നെച്ചോറ് വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ തന്നെ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ കുഴപ്പമില്ല. നമുക്ക് മാന്യമായിട്ടുള്ള കച്ചവടം. നമ്മൾ ഫുഡ് കൊടുക്കണോണ്ട് നമ്മളെ കടയിൽ ഡെയിലി ഇപ്പം തുടങ്ങിയപ്പോൾ ഒരു 10-17 ഊണ് പോകും. രാവിലെ എത്ര മണിക്കാണ് കട തുറക്കുന്നത്? രാവിലെ എൻ്റെ ഭർത്താവ് രാവിലെ വെളുപ്പില്ല 4 മണിക്ക് വരും കോൺക്രീറ്റ് പണിക്കാർക്ക് ചായ കൊടുക്കാൻ. പിന്നെ നമ്മൾ ഫുഡ് ഇവരൊക്കെ പാചകത്തിന് രാവിലെ രാവിലെ വരും. 4 മണിക്ക് വരും. ഇവർ 6 മണിക്ക് വരും. മാമ വെളുപ്പങ്കാലം വരും. ഇവർ 6:30 വരും. ഞാനും 6:30 വരും. വന്ന ഉടനെ കാപ്പികളൊക്കെ കാലാവും. കാപ്പികൾ എത്ര മണി തൊട്ട് കൊടുത്തു തുടങ്ങുന്ന കാപ്പി? രാവിലെ 7 മണി. 7 മണി തൊട്ട് വേണവർക്ക് അപ്പോഴാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. എത്ര മണി വരെ കാണും നമ്മൾ ഈ കട അടച്ചു ദൂരെ രാത്രി 7:30-8 മണി വരെ. അല്ല, കാപ്പി എത്ര മണി വരെ കാണും? കാപ്പി 11 മണി വരെ. 11 മണി വരെ കാണുമല്ലേ? വേണവർക്ക് ഫുഡ് ഇല്ലെങ്കിൽ നമ്മൾ ചുട്ടു കൊടുക്കും. അപ്പൊ നമ്മുടെ കട രാത്രി ഉണ്ട്? രാത്രി സ്പെഷ്യലായിട്ടില്ല. ഈ പഴക്കൊലയും ഉണ്ടാവും. പിന്നെ എണ്ണ പലഹാരം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം 4 ഐറ്റം പലഹാരം ഇടും. പലഹാരം ഇട്ട് തീരും ആളാണ് ഇടുന്നത്. 4 ഐറ്റം പലഹാരം ഇടും. ആ പലഹാരമൊക്കെ നമുക്ക് പൂർത്തിയാവും. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ വലിയ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ ദിവസവും കടയുണ്ടോ? ഇവിടെ ഞായറാഴ്ച ഉണ്ടല്ലോ, അവധിയൊന്നും നമുക്ക് ഒരവധി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ പാചകം ചെയ്യുന്ന ഒരു മാമാരോടും കൂടെ ചോദിക്കാം. ഓക്കെ, മാമതാ ഇവിടെ ഇരിപ്പുണ്ട്. മാമോയ്. ഞാൻ അങ്ങോട്ട് വരട്ടെ. അപ്പൊ മാമ, എങ്ങനെയാണ് മാമനാണ് ഇവിടെ പാചകമൊക്കെ ചെയ്യുന്നത്? പാചകം ഞങ്ങള് 3 പേര് ചെയ്യും. അതായത് ഞാൻ ഇല്ലെങ്കിൽ സഹായിക്കും, അവരും കൂടെ കാണും. ഇല്ലെങ്കിൽ അവർ സ്വയം ചെയ്യും. അങ്ങനെ. മാമ എത്ര മണി തൊട്ടാ വരുന്നത്? മാമനാണോ 4 മണിക്ക് വരുമെന്ന്? ഞാൻ രാവിലെ അഷർ ഈ ഓണർ 4 മണിക്ക് ചായ തുടങ്ങും, കട തുടങ്ങും. ചായ അടി തുടങ്ങിയിട്ട് ഞാൻ 6 മണിക്ക് 6:30 ചിലപ്പോൾ 4 മണിക്ക് വരും. ഏത് സമയമല്ല നമ്മൾ വന്നവിടെ പാചകം തുടങ്ങും. രാവിലെ ദോശ, പുട്ട്, പപ്പടം, ചമ്മന്തി, രസവട, പിന്നെ കളറിക്കറി, കടലക്കറി, തക്കാളി ഫ്രൈ, തക്കാളി ഫ്രൈ, അങ്ങനെ എല്ലാ ഐറ്റവും കാണും. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഈ പരിപാടി ഒതുക്കും. പിന്നെ ഊണിൻ്റെ സമയമാണ്. പിന്നെ ഊണിൻ്റെതാണ്. അപ്പോൾ രാവിലെ കാപ്പിക്ക് ഈ പുട്ടിനൊക്കെ എങ്ങനെയാണ് വില വരുന്നത്? പുട്ടിന് 20 രൂപ ഒരു പീസ്. ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിയിൽ 8 പീസ്. പപ്പടം 2 എണ്ണം 5, അങ്ങനെയൊക്കെയാണ്. ദോശയ്ക്കൊക്കെ എങ്ങനെയാണ് വില വരുന്നത്? ദോശ നമ്മളിപ്പം ഇത്തിരി വലിപ്പത്തിൽ ഇട്ട് ഇവിടെ കൊടുക്കുന്ന കണക്കിന് ഇവിടെ എല്ലാവർക്കും പല കടയിൽ പല വിഷൻസാണ്. നമ്മൾ 7 രൂപയ്ക്ക് കൊടുക്കുന്നത്. ദോശ 7 രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 7 രൂപയ്ക്ക് അവിടെ കൊടുക്കുന്നത്. ഞാൻ ദോശ കണ്ടായിരുന്നു. ദോശ ഇത്രയും വലിയ ദോശ 7 രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 7 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത്രയും വലിയൊരു ദോശ 7 രൂപയ്ക്ക് ഈ കാലത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അത് എങ്ങനെ മുതലാവും? മുതലാവാൻ അല്പം ഞെരുക്കമാണ്. എന്ന് വെച്ചാൽ അവര് സ്വയം ഓണർമാരാണ്. 2 വരെ വെളിയിൽ നിന്ന് പണിക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളെ ഈ മുളവൊക്കെ നമ്മളെ തോട്ടൊക്കെ ഇടയിൽ നമ്മളെ സാധാരണപ്പെട്ടവരാണ്. അപ്പോൾ വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ആഹാരം ഫുഡും കൊടുത്ത് വരച്ച് പോകുന്നു എന്നുള്ള താല്പര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവർ തൃപ്തിയായിട്ട് പോകുന്നുണ്ട് ആഹാരം കഴിക്കുന്നത്. വരുന്നവർക്ക് എല്ലാവർക്കും തൃപ്തി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാ മായങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ. ഒന്നുമില്ലാത്ത എല്ലാം പച്ചക്ക് ഇതുപോലെ നമ്മൾ കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കും. നമ്മൾ കഴിക്കുന്ന ഒരാൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തി ഉള്ളതാണ് മറ്റുള്ള ജനങ്ങളും. നമ്മളിപ്പം ഞാൻ കഴിക്കുന്ന ആഹാരം
അത് കറക്റ്റായിരിക്കും എൻ്റെ മക്കളും കഴിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു മായങ്ങളോ വേറെ ഒന്നും ഇല്ലാതെ ഈ കാലത്ത് മിക്കുള്ള കടകളിലൊക്കെ മായങ്ങൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ ടേസ്റ്റ് കൂടുന്ന ഒരു അങ്ങനത്തെ ഒരു ഇതുമില്ല. എന്ന് വെച്ചാൽ ഞാൻ കഴിക്കുമ്പോഴാണ് എൻ്റെ മോനും മോളും മക്കളും കഴിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ജനിച്ച നാടാണ്. ഈ കാലത്ത് ചുരുക്കം ഇങ്ങനെ ഉള്ള കടകൾ തന്നെ ചുരുക്കമാണ്, ഇങ്ങനെ മായമൊന്നും ഇല്ലാതെ. മായമൊന്നുമില്ല, എല്ലാം ഒരു കടയാണ്. അതെ, എല്ലാവരും നോക്കിയിരിക്കുകയാണ് കയ്യാലും. അപ്പോൾ ദേ നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാണ്. ബാക്കി വിശേഷങ്ങൾ ചേട്ടൻ്റെ ചോദിക്കാൻ. ചേട്ടോ, എങ്ങനെയുണ്ട് നമ്മളിവിടുത്തെ ഫുഡൊക്കെ? ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്, അടിപൊളി ഫുഡാണ്. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആളാണ്. നമ്മളെ വീട് കുറച്ച് അടുത്താണെങ്കിൽ പോലും വീട്ടിൽ വയ്ക്കുന്ന നല്ല ഡീസൻ്റായ ആഹാരമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നത്. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന അതേ ടേസ്റ്റാണ് ഇവിടെ വന്നാലും കിട്ടുന്നില്ലേ? അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലത്ത് തന്നെ മിക്കുള്ള കടകളിൽ നമ്മൾ നോക്കിയാലും ചില കടകളിലൊക്കെ ടേസ്റ്റിന്റെ പൊടികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? അത് കിട്ടുന്നു. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കിട്ടുന്നത് നല്ല നമ്മളെ വീട്ടിൽ അപ്പോഴപ്പോഴും വെച്ച് കഴിക്കുന്ന അതേ രീതിയിലുള്ള ഫുഡാണ് തന്നെയല്ലേ. തലേ ദിവസം 2 ദിവസം മുമ്പ് വെച്ച് ചെറിയ പുളിപ്പുള്ള ആഹാരമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം 100%. പിന്നെ നമ്മുടെ ഇവിടെ ചേട്ടൻ ദോശയാണ് കഴിക്കുന്നത്. ദോശയൊക്കെ എങ്ങനെയുണ്ട്? നല്ല ദോശയാണ്, നല്ല രീതിയിൽ ഉഴുന്നൊക്കെ ചേർത്ത് നല്ല രീതിയിലുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പതഞ്ഞു വരുന്ന ഉഴുന്നാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഒരുമാതിരി കരടുള്ള ഒരു ഉഴുന്നല്ല. അതുകൊണ്ടാണ് നല്ല ഈ ആഹാരത്തിന് നല്ല ടേസ്റ്റ് ഉള്ളത്. അത് 7:30ക്കാണ് ദോശ കൊടുക്കുന്നത്. അത് ഇത്രയും വലിയൊരു ദോശ. അതെ, എനിക്ക് 2 ദോശ കഴിച്ചപ്പോഴേ എനിക്ക് വയറ് നിറഞ്ഞായിരുന്നു. അതെ, നമ്മൾ 3 മറ്റുള്ള കടകളിൽ പിന്നെ സിറ്റിക്കകത്തോട്ടൊക്കെ നമ്മൾ പോയാൽ ഒരു 5-6 എണ്ണം കഴിച്ചാൽ ഈ വീതം വരുള്ളൂ. അതെ, തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ആഹാരമാണ്. പിന്നെ കറികളൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? കറികളെല്ലാം കൊള്ളാം, നല്ല കറി, നല്ല ചമ്മന്തിയും സാമ്പാറും ഒക്കെ നല്ല കറികളാണ്. ചേരുവ എല്ലാം ചേർന്നിട്ടുണ്ട്. ചേട്ടൻ്റെ സ്ഥലം ഇവിടെ അടുത്താണോ? അവിടെ അടുത്താണ്, ഇവിടെ 1 കിലോമീറ്റർ. ഓ, 1 കിലോമീറ്റർ. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവിടെ വരെയും ചെയ്യും. അതെ, ഈ പരിസരത്തൊക്കെയാണ് നമ്മളെ പണിയുള്ളത്. അപ്പോഴും നമ്മൾ ഇവിടെ വന്നാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി ഇനി ഫുഡ് കഴിച്ചിട്ട് പറയാം. ദേ നമ്മുടെ ഉമ്മ ഫുഡും കൊണ്ട് എത്തിയിട്ടുണ്ട്. ദേ പുട്ടും പപ്പടവും ഉണ്ട്. അത് കഴിഞ്ഞതാണ്ടേ ദോശ, ചമ്മന്തി, സാമ്പാർ, രസവട. ആഹാ, ഒരു പപ്പടം ഇതിലിരിക്കട്ടെ. അപ്പോൾ കറക്റ്റായി. അപ്പം നമുക്ക് ആദ്യം പുട്ട് കഴിക്കാം കേട്ടോ. പുട്ട് കഴിച്ചിട്ട് ദോശ കഴിക്കാം. പുട്ട് കഴിക്കുന്നതിന് മുമ്പ് ഒരു ചായയും കൂടെ പറയാം. ഉമ്മ ഒരു ലൈറ്റ് ചായ വിത്തോട്ടെ, ചായയും കൂടെ കുടിച്ചിട്ട് പുട്ട് കഴിച്ചോണ്ടിരിക്കുക. ആദ്യം എന്തായാലും ഒന്ന് പുട്ട് കഴിക്കട്ടെ. ആണ്ടേ അരിപ്പുട്ടാണ്, അരിപ്പുട്ടും പപ്പടവും. പപ്പടം പൊടിച്ച് അരിപ്പുട്ടിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് കഴിക്കാം. നല്ല ഹെൽത്തി ഫുഡാണ്, അത് വേറെ വിഷയമൊന്നുമില്ല. ചായ ഇല്ലെങ്കിൽ ചവച്ചിറക്കാൻ പാടാം, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ചായ വന്നിട്ടുണ്ട്. അപ്പോൾ ചായയും പുട്ടും പപ്പടവും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. പശുവും പാലാണോ കേട്ടോ? പശുവും പാലാണോ? അടിപൊളി കേട്ടോ. പശുവും പാലായതുകൊണ്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ കുറേ ആളായി പശുവും പാലം ഇപ്പോൾ കുടിച്ചിട്ട് തന്നെ. പുട്ടും പപ്പടം കൂടെ കഴിക്കാനാണ്, അതും ചായയും കൂടെ ആണ്. അതുകൂടെ കഴിക്കാൻ ഒരു കോമ്പിനേഷൻ, അത് തന്നെ ഒരു വേറെ ലെവലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് പുട്ടിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് സാമ്പാർ കൂട്ടി കഴിക്കാം. ഞാൻ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും കഴിക്കത്തൊന്നുമില്ല. അതായത് പുട്ടും പപ്പടമൊന്നും കഴിക്കത്തില്ല. എനിക്ക് എന്താണെന്നോ കറി വേണം, കറി ഇല്ലാണ്ടങ്ങോട്ട് പറ്റൂല. എൻ്റെ പുട്ടും സാമ്പാറും കൂട്ടിയും കഴിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പുട്ടും സാമ്പാറും കോമ്പിനേഷൻ. പക്ഷെ ചില ജില്ലകളിലൊന്നും ഈ കോമ്പിനേഷൻ ഇല്ല. സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് വെക്കണ ആദ്യ ടേസ്റ്റാണ്. അങ്ങനെ പുട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ദോശ എടുക്കാം. ദോശയും ചമ്മന്തി, സാമ്പാറും, രസോടെയും. നല്ല പപ്പടം ഉണ്ട്. ഈ പപ്പടം ആഹാ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് ഇതിൻ്റെ മണ്ടയിലോട്ട് ഇട്ടിട്ട് കഴിക്കാം. ദോശ, ചമ്മന്തി, സാമ്പാർ. ടേസ്റ്റാണ് മെയിൻ. ചമ്മന്തി കൊള്ളാം, ചമ്മന്തി സാമ്പാറും കൊള്ളാം.
ഒരു രസോടെ കഴിക്കാം. രസോടൊക്കെ പൊടിഞ്ഞു പോയി. തിരുവനന്തപുരത്തിൻ്റെ മാത്രം സ്റ്റൈല് രസവട, നമ്മുടെ അഹങ്കാരമാണ്. സൂപ്പർ, അടിപൊളി. 7 രൂപയുടെ ദോശയാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മുതലാവും. കാരണം വലിയ ദോശയാണ് 7 രൂപയ്ക്ക്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു 2-3 വർഷത്തിന് മുമ്പാണ് ഇത്രയും വലിയൊരു ദോശയൊക്കെ 7 രൂപയ്ക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഇപ്പോൾ കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സന്തോഷമാണ്. ഇപ്പോൾ ഉള്ള കടകളിലെല്ലാം 12 രൂപ, പിന്നെ 15 രൂപ, ദോശയ്ക്ക് 15 രൂപ എടുക്കുന്ന കടകളുണ്ട്. അതുപോലെ 10 രൂപയാണ് മിക്കുള്ള സ്ഥലത്ത്. അപ്പോൾ ഇവിടെ ഇത്രയും വലിയ ദോശ 7 രൂപയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ദോശയും എല്ലാം നല്ല സോഫ്റ്റാണ്, അതുപോലെ ടേസ്റ്റുമാണ്. ജനൽ അടഞ്ഞു പോയില്ല, തുറന്നിട്ടേക്ക് കുറച്ച് കാറ്റൊക്കെ കിട്ടട്ടെ. കൊള്ളാം മാമ, ഫുഡെല്ലാം കൊള്ളാൻ കേട്ടോ, നന്നായിട്ടുണ്ട്. പുട്ടും പപ്പടവും ദോശയും നമ്മുടെ ചമ്മന്തി സാമ്പാറും രസോടയും പപ്പടവും എല്ലാം നന്നായിട്ടുണ്ട്. ചായ കണ്ട പശുവും പാലില്ല, അടിപൊളി ചായ, ചായ. അപ്പം ഓവറോൾ നമ്മളിവിടെ ഈ കൊച്ചു കടയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ദോശയൊക്കെ 2 എണ്ണം കഴിച്ചാൽ മതി, വയറ് നമുക്ക് നിറയും. അത്രയ്ക്ക് നല്ല വലിയ ദോശയാണ് അവർ കൊടുക്കുന്നത്. അത് 7 രൂപയ്ക്ക്, അതന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നെടുവങ്ങാട് റോഡിലുള്ള മുളമുക്ക്, അവിടെ ഉള്ളൊരു മുളമുക്ക് ജംഗ്ഷനിൽ തന്നെ കൊച്ചു കടയാണ് കേട്ടോ. ചെറിയ കട, കടയ്ക്ക് പേരൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു ചെറിയ, ഇവർ 23 ദിവസം കൊണ്ട് ഇവർ കട തുടങ്ങിയിട്ട്. അപ്പോൾ അതിനിയും മുമ്പോട്ട് കൊണ്ടുപോകണം. നല്ല രീതിയിലാണ് ആഹാരം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനിയും മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളൊന്ന് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫുഡ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഉമ്മതെ ഓംപ്ലേറ്റോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓംപ്ലേറ്റോടെ കഴിച്ചിട്ട് നമുക്കങ്ങ് വീഡിയോ അവസാനിപ്പിക്കാം. നല്ല ചൂടുണ്ട് കേട്ടാ. ആഹാ ആഹാ. ഇപ്പോൾ എല്ലാവരും വരിക. ചൂട്.